ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു ഹൊറർ സൈഫൈ ത്രില്ലർ ആയിട്ടുള്ള ദി ലോൺ വാക്ക് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ മരണക്കളികളായിട്ടുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ. ഉദാഹരണത്തിന് സ്ക്വിഡ് ഗെയിം, ആലീസ് ഇൻ വണ്ടർലാൻഡ്. സ്ക്വിഡ് ഗെയിമിലാണെങ്കിൽ എല്ലാവരും മരിച്ച അവസാനം ജയിക്കുന്ന ഒരാൾക്ക് കോടിക്കണക്കിന് പണം കിട്ടും. അത് കാണാനും അത്ര ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ അല്ലെങ്കിലും തുടക്കം മുതൽ അവസാനം വരെയും ഏതോ ഒരു രീതിയിൽ നമ്മളെ പിടിച്ചെടുത്തുന്ന ഒരു പടം. നിങ്ങൾക്കൊരു നല്ല സുഹൃത്തുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ക്ലൈമാക്സിൽ നിങ്ങളുടെ കണ്ണ് നനഞ്ഞിരിക്കും. 50 പേരടങ്ങുന്ന ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം അവർക്കൊരു മത്സരം നടത്തുകയാണ്. ദി ലോൺ വാക്ക് എന്ന് വെച്ചാൽ കിലോമീറ്ററുകളോളം നിർത്താതെ നടക്കണം. നടന്ന് അവസാനം എത്തുന്ന ഒരാൾക്ക് അവൻ ചോദിക്കുന്ന ഒരു ആഗ്രഹവും അതേപോലെ തന്നെ കോടിക്കണക്കിന് പണവും കിട്ടും. പക്ഷെ നടത്തത്തിനിടയിൽ ഈ ഗെയിമിൽ നിന്ന് പിന്മാറാനോ നടക്കാതെ എവിടെയെങ്കിലും നിൽക്കാനോ കഴിയത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെ ഉടനെ തന്നെ കൊല്ലും. ഇതിനുവേണ്ടി പങ്കെടുക്കുന്ന കുറച്ചുപേരും അവരെങ്ങനെ ഈ ഗെയിമിൽ നിന്നും അവസാനം രക്ഷപ്പെടുന്നു, അതിനിടയിൽ ഈ ഗെയിമിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെയാണ് ദി ലോൺ വാക്ക് എന്ന് പറഞ്ഞ ഈ മൂവിയിൽ നമുക്ക് കാണാനുള്ളത്. അതെന്താണെന്ന് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. ഈ മൂവി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് അടിച്ചേക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥ തുടങ്ങുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. വലിയൊരു യുദ്ധത്തെ തുടർന്ന് അമേരിക്ക ഒരു ഏകാധിപത്യ സൈനിക ഭരണകൂടമായിട്ട് മാറിയിട്ടുണ്ട്. അതുമല്ല, രാജ്യം ഇപ്പോൾ കടുത്തൊരു സാമ്പത്തിക മാന്ദ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്കിടയിൽ സ്നേഹവും പരസ്പരമുള്ള വിശ്വാസം ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആ മിലിറ്ററി സൈന്യം എല്ലാ വർഷവും ഒരു വാർഷിക പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ദി ലോൺ വാക്ക്. ഇപ്പൊ കാണിക്കുമ്പോൾ കഥയിലെ നായകനായിട്ടുള്ള ഗ്രാറ്റി അവന്റെ അമ്മയുമായിട്ട് കാറിൽ എവിടേക്കോ പോകുന്നുണ്ട്. അപ്പൊ തന്നെ അവന്റെ അമ്മ പല തവണയായിട്ട് അവനോട് പറയുന്നുണ്ട് ഇതിന് പങ്കെടുക്കണോ വേണ്ടതെന്ന്. പക്ഷെ ഗ്രാറ്റിക്കാണെങ്കിൽ ഇത് മാത്രമല്ല ഒരൊറ്റ മാർഗം. അവന്റെ ജീവിതം മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഗെയിമിൽ എന്തായാലും ജയിച്ചേ മതിയാവൂ. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തതിൽ ഗ്രാറ്റിയെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ അതേ ഗെയിമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാറ്റി ഇപ്പോൾ പോകുന്നത്. അതുപോലെ ഈ ഗെയിമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എന്തായാലും മരണപ്പെടും എന്ന് അവന്റെ അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് അവനെ തടയാനായിട്ട് ശ്രമിക്കുന്നത്. എന്നിരുന്നാലും ഗ്രാറ്റി അതിന് സമ്മതിക്കാതെ ഈ ഗെയിമിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടേക്ക് പോവാണ്. അങ്ങനെ അവസാനമായിട്ട് അവന്റെ അമ്മ അവനെ കെട്ടിപ്പിടിച്ചിട്ട് നല്ലതുപോലെ കരയുന്നുണ്ട്. കാരണം ഗ്യാരറ്റി ഇനി ആ ഗെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരത്തില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. ഇതൊരു മരണക്കളിയാണെന്ന് അവർക്കറിയാം. അങ്ങനെ തന്റെ അമ്മയോട് യാത്ര പറഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ ഞാൻ എന്തായാലും തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് ഗ്യാരറ്റി നേരെ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് പീറ്റർ എന്ന് പറഞ്ഞ ഒരുത്തനെ ഗ്യാരറ്റി പരിചയപ്പെടുന്നത്. അതേപോലെ തന്നെ ഹാങ്, പിന്നെ കേർലി, സ്റ്റെബിൻസ്, ഇങ്ങനെ 1-2 പേരെ അവൻ ആദ്യം തന്നെ പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കാണ് ഈ ഗെയിം നടത്തിക്കുന്ന ഒരു മേജർ ഉണ്ട്. അയാൾ വണ്ടിയിൽ അവിടേക്ക് വരുന്നു. അവിടേക്ക് വന്നിട്ട് ഈ ഗെയിമിൽ പങ്കെടുക്കാനുള്ള എല്ലാവരെയും അയാൾ വെൽക്കം ചെയ്യുന്നു. കൂടാതെ ഗെയിമിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് അവിടെയുള്ള ഓരോരുത്തർക്കായിട്ട് ഓരോ നമ്പറുകൾ കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ നമ്പർ വിളിച്ചു വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഇവിടെ ഉള്ളത് 50 പേരാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന ആ ഒരു മെഡൽ ടാഗ് അതും വാങ്ങി. ഇപ്പൊ എല്ലാവരും അവിടെ പോയി നിൽക്കുമ്പോൾ ഈ മേജർ പറയും, ഓക്കെ 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് എല്ലാവരും വരിയായിട്ട് നിൽക്ക്. എന്നിട്ട് എല്ലാവരോടും ആ ഒരു മേജർ പറയും, നമ്മുടെ ഈ രാജ്യം ഇതുവരെ യുദ്ധത്തിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്തായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രാജ്യത്തിനെ ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. അതിന് പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ഷോ. അതുമല്ല, മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഷോ ഇവർ ലൈവായിട്ട് ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട്. ഇതൊരു മരണ ഗെയിമാണെന്ന് അറിഞ്ഞിട്ടും അത് കാണാനായിട്ട് ആളുകളുണ്ടെന്നാണ്. ഇപ്പൊ ഈ ഗെയിം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കുറച്ചുകൂടി മോട്ടിവേഷൻ കൊടുക്കണം. ആ ഒരു രീതിയിലും കൂടിയാണ് ഈ ഗെയിം ഇവരെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് ഈ ഗെയിമിന്റെ റൂള് ഇവരോട് പറയാണ്. ഇവരെല്ലാവരും ഇതിനു മുന്നേ ഈ ഗെയിമിനെ പറ്റിയുള്ള ഒരു ബുക്കുണ്ട്, ലോൺ വാക്ക് എന്ന് പറഞ്ഞിട്ട്. ആ ബുക്കെല്ലാം വായിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഇവരോട് ഒരു വട്ടം കൂടി ഈ ഗെയിമിനെ പറ്റി പറയും. എല്ലാവരും നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലേ മണിക്കൂറിൽ ഒരു 3 മൈലെങ്കിലും അവർ നടന്നെത്തണം. അപ്പോൾ ഒരേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തു വേണം നടക്കാനായിട്ട്. ഗെയിമിൽ നിന്ന് പകുതിയിൽ വെച്ചിട്ട് പുറത്തു പോകാനോ തിരിച്ചു കടക്കാനോ ഒന്നും കഴിയത്തില്ല. ഒരൊറ്റ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ ആ സ്പീഡിൽ തന്നെ നടക്കണം. സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും കൊല്ലും. കൂടാതെ കൊല്ലുന്നതിന് മുന്നേ അവർക്കൊരു 3 വാണിംഗ് കൊടുക്കും. ആ 3 വാണിംഗ് കഴിയുമ്പോഴത്തേക്കാണ് അവരെ കൊല്ലുന്നത്. അതേപോലെ തന്നെ ഈ ഗെയിമിന് ഒരു ഫിനിഷ് ലൈൻ ഇല്ല. അതേപോലെ തന്നെ ഈ ഗെയിം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരു സ്റ്റോപ്പ് പോയിന്റും ഇല്ല. പകരം എല്ലാവരിലും അവസാനം സർവൈവ് ചെയ്യുന്ന ഒരേ ഒരാൾക്ക് മാത്രമേ ഈ ഗെയിമിൽ വിജയിക്കാൻ കഴിയൂ. എന്താന്ന് വെച്ചാൽ കൂടെയുള്ള ബാക്കി 49 പേരും മരിച്ചു കഴിഞ്ഞ് അവസാനം വരുന്ന 50-ാമത്തെ ആളുണ്ടല്ലോ, അയാൾക്ക് മാത്രമേ ജയിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം അയാളുടെ തോക്കെടുത്ത് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നതും ഇപ്പോൾ ഈ ഗെയിം സ്റ്റാർട്ടായി. അങ്ങനെ വണ്ടികളിൽ ക്യാമറയും വെച്ച് ഇവരുടെ പിറകെ തന്നെ 1-2 വണ്ടികളിലായിട്ട് പട്ടാളക്കാര് അവരുടെ തോക്കും വെച്ചിങ്ങനെ പുറകെ തന്നെ പോവാണ്. അങ്ങനെ ഇവർ നടന്നു തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാരറ്റി ഉണ്ടല്ലോ, അവനിപ്പോ ഈ സ്ഥലം നോക്കുമ്പോൾ ഇവർ നടന്നു പോകുന്ന ആ ഒരു വഴിയെ ഒരൊറ്റ വീടോ ആളുകളോ ഒന്നിനെ കാണുന്നില്ല. എംപ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലം. ഒരുപക്ഷെ ഗെയിമിന് വേണ്ടിയിട്ടായിരിക്കും ഇതുപോലെയുള്ള സ്ഥലത്തൂടെ ഇവർ കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ മുടി വളർത്തി ഒരുത്തനുണ്ട്. അവൻ പറയുന്നു ഒരുപക്ഷെ
ലോക്കൽസ് എല്ലാം മറ്റൊരിടത്ത് നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരിക്കും. കാരണം ഇവരുടെ മുന്നേ പോകുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, അതിലെല്ലാം ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്, ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർ നടന്ന് ഇപ്പോ ഒരു 7 മൈലായി. അപ്പോൾ എല്ലാവരും പരസ്പരം ഈ ഒരു പ്രൈസ് മണി ഉണ്ടല്ലോ അതിനെ പറ്റിയെല്ലാം സംസാരിച്ച് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നടക്കേണ്ടതെന്നെല്ലാം പറയുമ്പോൾ ഗ്യാരറ്റി പറയും, അതല്ല, നമുക്ക് ആരോഗ്യം വേണം, അങ്ങനെയാണെങ്കിൽ ഈ ഗെയിമിൽ നമുക്ക് ജയിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ സംസാരിച്ച് പോകുമ്പോഴത്തേക്കാണ് ഹാങ്ക് എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ, അവൻ ഓരോ കാര്യങ്ങൾ സംസാരിച്ച അവസാനം അവൻ എന്തോ ഒരു ചുയങ്കം എടുത്ത് ചവച്ചിട്ട് അത് റോഡിൽ കളയാതെ അവന്റെ ബാഗിലേക്ക് വെക്കും. അപ്പോൾ ഇവർ ചോദിക്കും, ഹേയ് നീ എന്താ ഈ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ല, വേസ്റ്റ് ഒക്കെ നമ്മൾ വെളിയിൽ കളയാൻ പാടില്ല, അത് ഞാൻ പണ്ട് മുതലേ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. അങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കാണ് അതിൽ ഗ്യാരി എന്ന് പറഞ്ഞൊരു മുടിയനുണ്ട്. അവൻ പെട്ടെന്ന് അവന്റെ ഷൂ ലേസ് അഴിഞ്ഞതുകൊണ്ട് തന്നെ താഴെ ഇരുന്ന് അതിങ്ങനെ കെട്ടും. അപ്പോൾ പുറകിൽ വരുന്ന ഒരു പട്ടാളക്കാരൻ അവന് വാണിംഗ് കൊടുക്കാണ്, 5-ാം നമ്പർ നിങ്ങൾക്ക് വാണിംഗ് തരുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഇവനാണെങ്കിൽ ഷൂവിനടിയിൽ എന്തോ കല്ല് കയറി അതെടുത്ത് കളയാൻ വേണ്ടി ആ ഷൂ ഇങ്ങനെ അടിക്കുന്നതും ബാക്കിയുള്ള എല്ലാവരും തിരിഞ്ഞു നോക്കിയിട്ട് അല്ല ഇവൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനെ നോക്കി തന്നെ തിരിഞ്ഞിങ്ങനെ നടക്കും. അങ്ങനെ നടന്ന് കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഈ പട്ടാളക്കാരുടെ വണ്ടി അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവന് 2ാമത്തെ വാണിംഗ് കൊടുക്കുന്നു. എന്നിട്ട് തോക്കും കൊണ്ട് അവന്റെ അടുത്തേക്ക് വന്ന് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നതും 3ാമത്തെ വാണിംഗ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ അവൻ ഷൂലേസ് കെട്ടി ഒരു വേദില് വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങാണ്. സത്യം പറയാലോ, കാണുന്ന നമ്മൾ വരെ ടെൻഷൻ അടിച്ചു പോവും, അവനെ കൊല്ലോ ഇല്ലേ എന്നുള്ള പേടിയിൽ. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് പോകുമ്പോൾ ഗ്യാരറ്റി ഉണ്ടല്ലോ അവനുമായിട്ട് പീറ്റർ സംസാരിക്കുകയാണ്. ഇതിലൂടെ നമ്മുടെ ഗ്യാരറ്റിക്കും പീറ്ററിനും ഈ പണത്തിനോട് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല. എന്നിരുന്നാലും ഈ ഗെയിം ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പീറ്ററിനാണെങ്കിലോ ഒരുപാട് പേരെ സഹായിക്കണം. അതേപോലെ തന്നെ ഈ ഗെയിം പ്രധാനമായിട്ടും പണത്തിന് വേണ്ടിയിട്ടല്ല, നമുക്ക് മറ്റെന്തൊക്കെയോ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നെല്ലാം അവർ രണ്ടുപേരും പറയുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് അതിൽ കണ്ണാടിയിട്ട് ഒരുത്തൻ ഓടി ഇവരുടെ ഇടയിലേക്ക് വന്നിട്ട് ഇവരുടെ പേരെല്ലാം പറഞ്ഞ്, ഹേയ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. എന്തിനാന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ബുക്ക് എഴുതാൻ വേണ്ടി, ലോങ് വാക്കിനെ പറ്റി. കാരണം ബുക്ക് എഴുതിയിട്ട് ഞാൻ സമ്പന്നനാവും, അതേപോലെ തന്നെ ഈ ഗെയിമും ജയിച്ച് ഒരുപാട് പണം കിട്ടുമല്ലോ എന്നോ പറയുന്നുണ്ട്. അങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കാണ് ഈ പോകുന്ന വഴിയിൽ തന്നെ ഒരു വീടുണ്ട്. അവിടെ നിന്ന് ഒരു മുത്തശ്ശി ഇവരെല്ലാവരെയും നോക്കുന്നു. അത് നമ്മുടെ ഗ്യാരറ്റി കാണും. അവൻ കണ്ട അവരെയും തിരിച്ചൊരു വല്ലാത്ത രീതിയിൽ നോക്കുകയാണ്. അങ്ങനെ വീണ്ടും ഇവർ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും അതിൽ 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനുണ്ട്. ഇവൻ നടന്നു പോകുമ്പോൾ അവന്റെ കാലിൽ പെട്ടെന്ന് കോച്ച് പിടിച്ചതുപോലെ നടക്കാൻ കഴിയുന്നില്ല. വേദന കാരണം അവനിങ്ങനെ നിൽക്കുമ്പോൾ അവനും ഇപ്പൊ അവർ വാണിംഗ് കൊടുക്കാണ്. ആദ്യത്തെ വാണിംഗ് കൊടുത്തു, 2ാമത്തെ വാണിംഗ് കൊടുക്കുമ്പോഴത്തേക്കും ഇത് കണ്ട് നമ്മുടെ ഹീറോ ഓടി വന്നിട്ട് അവനെ അങ്ങ് പിടിക്കും. എന്നിട്ട് അവന്റെ കയ്യിൽ പിടിച്ച്, ഓക്കെ നീ അങ്ങനെ തന്നെ വാ, നിന്നെക്കൊണ്ട് കഴിയുമെന്നെല്ലാം പറഞ്ഞിട്ട് അവനെ പിടിച്ച് മുന്നിലേക്ക് നടന്നു പോകുന്നു. അങ്ങനെ അവന് സപ്പോർട്ട് കൊടുത്ത് കുറച്ച് മുന്നിലേക്ക് നടന്നു വരുമ്പോൾ തന്നെ അവനെ കൊണ്ട് കഴിയുന്നില്ല. അവൻ അവിടെ തന്നെ നിൽക്കുന്നതും നമ്മുടെ ഹീറോ അപ്പോഴും വിളിക്കുന്നുണ്ട്, നിന്നെ കൊണ്ട് കഴിയും വരാൻ പറയുമ്പോൾ വേദന കാരണം അവൻ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അവനെ 3ാമത്തെ വാണിംഗ് കൊടുത്തു. അവൻ ഇനി അനങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവനെ കൊല്ലും എന്നുള്ള രീതിയിൽ അവരിപ്പോ വണ്ടി അവിടെ നിർത്തിയിട്ട് അവന്റെ അടുത്തേക്ക് വന്ന് ഇവർ തിരിഞ്ഞു നോക്കി നടക്കുന്നതും അവന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് ആ പയ്യനെ അവിടെ വെച്ചിട്ട് കൊല്ലുന്നു. ഇപ്പോൾ ഒരാൾ മരിച്ചതിന് ശേഷമാണ് ഇവർക്ക് ആ ഒരു ഗെയിം കുറച്ച് സീരിയസ് ആയിപ്പോയത്. എല്ലാവരും ഇപ്പോൾ ചെറിയ രീതിയിൽ പേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൾറെഡി ഇവർക്ക് അറിയാം, എന്നിരുന്നാലും കൺമുന്നിൽ വെച്ച് ഇങ്ങനെ ഒരാൾ മരിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഫീൽ ഉണ്ടാക്കത്തേ ഉള്ളൂ. അങ്ങനെ പീറ്റർ വന്നിട്ട് നമ്മുടെ ഗ്യാരറ്റിയെ പിടിച്ച് രണ്ടുപേരും മുന്നിലേക്ക് പോകുന്നു. കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്കും ആ മേജർ ഉണ്ടല്ലോ അയാൾ വണ്ടിയിൽ അനൗൺസ്മെന്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്, നമ്മുടെ കൂടെയുള്ള ഒരാള് മരണപ്പെട്ടു. അവന്റെ ധീരതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും എല്ലാ കാലവും അവനെ ഓർമ്മിക്കും. ഇനിയും ഇതുപോലെ ഒരുപാട് പേര് മരിക്കാനുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ നടത്ത തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ ഈ സിനിമയിൽ ഒരുപാട് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് അത്ര പ്രധാനമല്ല. അതുകൊണ്ട് ചില കാര്യങ്ങളെല്ലാം ഞാൻ ഒഴിവാക്കി വിടും. പിന്നെ ഇവർ നടന്നു പോകുമ്പോഴത്തേക്കും ഇവർക്ക് കുടിക്കാനായിട്ട് വെള്ളം, കഴിക്കാനായിട്ട് ആഹാരം ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഒരിടത്ത് നിൽക്കാൻ പാടില്ല, അതാണ് പ്രധാനം. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഇവർ മുന്നിലേക്ക് നടക്കുന്നു. കുറേ ദൂരം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 17 മൈൽ കഴിഞ്ഞു. അപ്പോഴേക്കാണ് നമ്മുടെ ഗ്യാരറ്റി, ഇതിന്റെ അവസാനം എവിടെയായിരിക്കും, എപ്പോഴാണ് നമ്മൾ എത്തുന്നത്, ഈ ഗെയിം എപ്പോഴും അവസാനിക്കുന്ന എന്നുള്ള രീതിയിലെല്ലാം സംസാരിക്കുമ്പോൾ പീറ്റർ പറയും, അതിനെപ്പറ്റി ഒരിക്കലും ചിന്തിക്കേണ്ട, മുന്നിലേക്ക് നടക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹീറോയെ നമുക്ക് റേ എന്നും കൂടി വിളിക്കാം, അങ്ങനെ ഒരു പേര് അവനുണ്ട്. അങ്ങനെ പിന്നെയും നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ റേയ്ക്ക് ഇപ്പോൾ ഒരു കുട്ടി ആരാധികയുണ്ട്. ഒരു ബോർഡും വെച്ചിട്ട് വഴിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണ് റേ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും കൂടെയുള്ളവരുണ്ടല്ലോ അവരും അവനോട് ആ കാര്യം പറയും. അത് കഴിഞ്ഞ് റേ, പീറ്റർ, ഹാങ്ക്, അതേപോലെ തന്നെ ബേക്കർ, ഇവർ 4 പേരും ഇപ്പോൾ ഒരുമിച്ച് നടക്കാൻ തുടങ്ങും. അതുമല്ല ഇവർ 4 പേരും നല്ല സുഹൃത്തുക്കളുമായി. അതുമല്ല ഇവർ 4 പേരും അങ്ങനെ നടന്നു പോകുമ്പോൾ അതിൽ ഗ്യാരി എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ടല്ലോ ആ മുടിയൻ, അവനിപ്പോൾ ഇവരോട് വഴക്കിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഇവരുടെ കൂടുതലുള്ള ഒരുത്തൻ പെട്ടെന്ന് എന്തോ അവന്റെ ശരീരം വിറച്ചിട്ട് താഴേക്ക് വന്ന് വീഴുന്നതും അവനായിരുന്നു നമ്പർ 1. പക്ഷെ അവന് എഴുന്നേൽക്കാൻ കഴിയത്തില്ല. ഇപ്പൊ അസുഖമായാലും എന്തെങ്കിലും ബോധം കെട്ട് താഴെ വീണാലും ഒരു രക്ഷയില്ല. അവർക്ക് എന്തായാലും 3 വാണിംഗും കൊടുത്ത് അടുത്ത വാണിങ്ങിന് മുന്നേ തന്നെ അവരെ കൊല്ലുകയും ചെയ്യും. അതുപോലെ തന്നെ അവനെയും അവിടെ വെച്ച് കൊല്ലുകയാണ്.
അപ്പൊ ഇതിൽ ഗ്യാരി എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവൻ മാത്രം ഇത് കണ്ടിട്ട് നല്ല സന്തോഷത്തിൽ അവരുടെ ശരീരത്തിന് മുകളിലൂടെ ചാടിയിലാണ് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവര് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് ദൂരം നടന്നിപ്പോ 25 മൈൽ കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും ഗ്യാരി എന്ന് പറഞ്ഞ ആ ഒരു പയ്യനുണ്ടല്ലോ, അവനിപ്പോ റാങ്ക് എന്ന് പറഞ്ഞ ഒരുത്തിനെ കണ്ടുമുട്ടിയിട്ട് അവനോടൊപ്പം തന്നെ നടന്ന് അവന്റെ മുന്നേ ചെന്നിട്ട് അവന്റെ അമ്മയെ പറ്റി മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. ഇവനാണെങ്കിൽ മറ്റുള്ളവരെ വെറുതെ വെറുപ്പിക്കുക, ഈ ഒരു കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് കാരണം റാങ്കിന് നല്ല ദേഷ്യം വന്നിട്ട് അവ മുന്നിലേക്ക് നടന്ന് തിരിച്ച് ഗ്യാരിയെ ഇടിക്കാനായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ 1-2 തവണ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇവർ വാണിംഗ് കൊടുക്കുന്നുണ്ട്. കാരണം ഇവൻ പുറകിലേക്ക് വരുവാണല്ലോ. ഒരവസരത്തിൽ നമ്മുടെ ഗ്യാരി മാറിക്കൊടുക്കുന്നതും ഇവൻ അടിക്കാനായിട്ട് ചെല്ലുന്നതും പെട്ടെന്ന് തെറ്റിയിട്ട് നേരെ താഴേക്ക് വന്ന് വീഴും. താഴേക്ക് വന്ന് വീണ് ഇവനെ എഴുന്നേക്കാനും കഴിയുന്നില്ല. ഇപ്പോൾ പട്ടാളക്കാരാണെങ്കിലോ ഒരു 3 തവണ വാണിംഗ് കൊടുത്ത അവസാനം ആ പയ്യനെ അവിടെ വെച്ച് കൊല്ലുന്നു. ഇത് കാരണം ഗ്യാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൻ അത്ര സീരിയസ് ആയിട്ട് ഇത് കണ്ടില്ല. ഇപ്പൊ അവൻ കാരണം ഒരാൾ മരിച്ചതുകൊണ്ട് തന്നെ ആ ഒരു കുറ്റബോധം അവനുണ്ട്. അപ്പൊ ഇവർ 4 പേരുണ്ടല്ലോ, നമ്മുടെ ഹീറോയും സുഹൃത്തുക്കളും, അവർ 4 പേരും ഗ്യാരിയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്, നീ ഒരു കൊലയാളിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഗ്യാരി പറയും, ഇല്ല, ഞാൻ ഒരിക്കലും അവനെ തൊട്ടിട്ട് പോലുമില്ല, പിന്നെ ഇങ്ങനെ ഞാൻ കൊലയാളിയാവും എന്ന് പറഞ്ഞിട്ടാണ് അവൻ മുന്നിലേക്ക് പോകുന്നത്. അങ്ങനെ നടത്ത തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്താണ് ഇതിലെ നമ്പർ 45 അവനാണെങ്കിൽ ഇപ്പോ ബാത്റൂമിൽ പോകാനായിട്ട് വേറെ വഴിയില്ലല്ലോ, നടന്നു പോകുമ്പോൾ തന്നെ അവിടെ തന്നെ കാര്യം സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവന് വാണിംഗ് കൊടുക്കാണ്. ഓരോ സമയവും ഇവൻ നിൽക്കുമ്പോഴത്തേക്കും അവന് വാണിംഗ് കൊടുക്കുന്നു. ഇവൻ പേടിച്ചിട്ട് പിന്നെ മുന്നിലേക്ക് പോവും, വീണ്ടും അതുപോലെ തന്നെ ചെയ്യും. പക്ഷേ അവസാനം വാണിംഗ് കൊടുത്ത് അവൻ നടക്കാത്തതുകൊണ്ട് തന്നെ അവനെയും ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഇപ്പൊ ഇവരുടെ കൂടെയുള്ള ഓരോരുത്തരായിട്ട് മരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നടന്ന് 35 മൈലായി. അതുമല്ല ഇപ്പോ സന്ധ്യയായി തുടങ്ങി. അപ്പോഴേക്കും ആ മേജർ വന്നിട്ട് പറയും, ഓക്കെ കുട്ടികളെ, എന്തായാലും രാത്രിയായി, ഇനി അടുത്ത ദിവസം കാണുന്നത് വരെ നിങ്ങൾ നിർത്താതെ നടക്കണം. അതുമല്ല ഇനി ഉടനെ തന്നെ വലിയൊരു ഉയരമുള്ള ഭാഗം വരുന്നുണ്ട് എന്നും അയാൾ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവര് നടന്നു പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ നടന്നിങ്ങനെ ഉറങ്ങാണ്. അതുമല്ല ഉറക്കത്തിൽ അവന്റെ അമ്മയെ സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നത്തിൽ നിന്നും അവനെ വിളിക്കുന്നത് പീറ്ററാണ്. എന്നിട്ട് അവന്റെ തോളിൽ പിടിച്ച് അവനെയും കൊണ്ടിങ്ങനെ പോകുന്നു. ഇപ്പൊ പീറ്ററും നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, ഗ്യാരറ്റി, ഇവര് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിട്ട് മാറാണ്. അങ്ങനെ ഇരുട്ടും തോറും നമ്മുടെ റേയ്ക്ക് നല്ലതുപോലെ ഉറക്കം വരുന്നുണ്ട്. അതുപോലെ നടക്കാനും കഴിയുന്നില്ല, അവന്റെ വേഗതയും കുറയുന്നു. ഇത് കാരണം ആ പട്ടാളക്കാർ അവന് വാണിംഗ് കൊടുക്കാണ് വേഗതയിൽ നടക്കാനായിട്ട്. അപ്പോൾ 1-2 തവണ വാണിംഗ് കൊടുക്കുമ്പോഴും നമ്മുടെ റേയ്ക്ക് നല്ലതുപോലെ നടക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പീറ്റർ അവനെ വന്ന് സഹായിക്കും. എന്നിട്ട് അവനെ പിടിച്ച്, ബാ ഞാൻ നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പോഴത്തേക്കും റേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ എന്നെ സഹായിക്കാനല്ല എന്റെ കൂടെ നടക്കുന്നതെന്ന് എനിക്കറിയാം, നിനക്കിതിൽ ജയിക്കണം, അതിനു വേണ്ടിയിട്ടല്ലേ, നിന്നോടൊപ്പം ഞാൻ നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് റേ ഇപ്പോൾ നല്ല ദേഷ്യത്തിൽ മുന്നേ നടക്കാണ്. അങ്ങനെ കുറച്ചു ദൂരം നടക്കുമ്പോഴത്തേക്കാണ് ആഹാ വേറെ ഒന്നുമല്ല, ആ ഒരു കയറ്റ ഭാഗം ഉണ്ടല്ലോ അതെത്തുന്നത്. ഇപ്പൊ ഈ കയറ്റം ആയതുകൊണ്ട് തന്നെ ഇവര് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി ഏത് സ്പീഡിലാണോ നടന്നത് അതേ സ്പീഡിൽ തന്നെ നടക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ മരിക്കും. ഇത്രയും ദൂരം നടന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലതുപോലെ നടക്കാനും കഴിയത്തില്ല. അപ്പൊ അതിൽ ഒരുപാട് പേരെയും അവർ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ റേ ആണെങ്കിലോ നടന്ന് അവന്റെ സ്പീഡ് കുറഞ്ഞു മുകളിലേക്ക് കയറാൻ കഴിയാത്തൊരു അവസ്ഥയാകുമ്പോഴത്തേക്കും അവനെ കൊല്ലുമെന്നുള്ളൊരു അവസ്ഥയാകുമ്പോൾ പീറ്റർ വന്ന് അവനെ പിടിച്ചിട്ട്, നേരത്തെ പീറ്ററിനോട് എന്താണ് അവൻ പറഞ്ഞത്, പക്ഷെ അതുപോലും കാര്യമാകാതെ പീറ്റർ റേയെ പിടിച്ച് അവനെ നേരെ മുകളിലേക്ക് കൊണ്ടുവന്നു ഒരേ സ്പീഡില്. ഇതുകൂടി ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ റേയ്ക്ക് പീറ്ററിനോട് കുറച്ചുകൂടി ഇഷ്ടം തോന്നുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസമായി. ഇപ്പൊ തന്നെ ഇവരെല്ലാവരും നടന്നിട്ട് 59 മൈലായി. അതിൽ പകുതി പേരും ആൾറെഡി തന്നെ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ പോകുമ്പോൾ റേ പീറ്ററിനോട് പറയുന്നുണ്ട്, നീ എന്തെങ്കിലും എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും, കാരണം എന്റെ ഫോക്കസ് മാറാതിരിക്കാൻ വേണ്ടി. അതുമല്ല കുറെ ദൂരം നടക്കുമ്പോൾ തന്നെ ഇവരുടെ കൂടെയുള്ള ഹാങ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യനുണ്ടല്ലോ, അവനാണെങ്കിലും ഇപ്പോൾ നല്ല ദൂരം നടക്കാൻ കഴിയുന്നില്ല. അവന്റെ കാലെല്ലാം വല്ലാത്ത രീതിയിൽ അവൻ ആടിയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ പീറ്റർ റേയ്ക്ക് നല്ല മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. കാരണം അവൻ ജയിക്കാൻ വേണ്ടി, താൻ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, തന്റെ സുഹൃത്ത് ജയിക്കണം എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമാണ് പീറ്ററിനുള്ളത്. അങ്ങനെ നമ്മുടെ ഹാങ്കിനെ ഇവർ കുറച്ച് മോട്ടിവേഷൻ കൊടുക്കുന്നു. അതേപോലെ തന്നെ പീറ്റർ അവനെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ റേ ആണ് അവനെ തടയുന്നത്. അങ്ങനെ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും ഇവരുടെ പിറകെ കണ്ണാടിയിട്ട് ഒരുത്തനുണ്ടല്ലോ, അവനെ കാണിക്കുമ്പോൾ അവന്റെ കാലൊടിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഇവർ കൊല്ലുമല്ലോ. അതുകൊണ്ട് തന്നെ വേദന കാരണം, ഗായ്സ് എനിക്ക് നടക്കാൻ കഴിയുന്നത് എന്റെ കാല് ഈ അവസ്ഥയിലാണ്, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ നടക്കുന്നതും ഇവരെ കൊണ്ടും അവനിപ്പോൾ സഹായിക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ വേഗത കുറയുന്നത് കൊണ്ട് തന്നെ ഈ പട്ടാളക്കാർ അവന് വാണിംഗ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് നടക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ താഴേക്ക് വീഴും. അപ്പോൾ അവിടെ 2 കുട്ടികൾ ഇതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് ബേക്കർ എന്ന് പറഞ്ഞ ഒരുത്തൻ ഈ കുട്ടികളോട് പറയും, ഹേയ് അവിടെ നിന്ന് പോ, നിങ്ങളിത് കാണരുതെന്ന് പറയുമ്പോൾ അവരവിടെ തന്നെ നിൽക്കാണ്. കാണിക്കുമ്പോഴത്തേക്ക് ആ പട്ടാളക്കാരാണല്ലോ ആ കണ്ണാടിയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇത് ആ കുട്ടികൾ നേരിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ കൂടെയുള്ള ഇവർക്ക് അറിയാവുന്ന ഓരോരുത്തരായിട്ട് മരണപ്പെടുമ്പോഴത്തേക്കാണ് ഇവരുടെ മാനസികാവസ്ഥ ചെറിയ രീതിയിൽ മാറുന്നത്. ഇപ്പൊ നമുക്ക് അറിയാത്ത ഒരാൾ മരണപ്പെട്ടാൽ അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് അറിയുന്ന ഒരാൾ മരണപ്പെടുമ്പോഴാണ് ആ ഒരു വിഷമം നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്.
അങ്ങനെ ഇവര് നടന്ന് നടന്ന് ഇപ്പൊ 100 മൈലായി. അതുകൂടി കാണുന്നതും ആ മേജർ വന്നിട്ട് പറയുന്നുണ്ട്, ഗായ്സ് 100 മൈലായി, ഇനിയും സമ്മാനത്തിന് വേണ്ടിയിട്ട്. അതാരാണ് വാങ്ങിക്കാൻ പോകുന്നത്, നടന്നുകൊണ്ടേ ഇരിക്കുക എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഇതിൽ ഒരുത്തൻ രക്ഷപ്പെടാൻ വേണ്ടി ഈ ഷോപ്പുകളൊക്കെ ഒരുപാടുള്ള സ്ഥലമുണ്ട്. അവിടെ എത്തുമ്പോൾ ഇവൻ ഓടി അതിനകത്തേക്ക് കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിൽ കയറുന്നതിന് മുന്നേ തന്നെ പാവം ആ പയ്യനെ അവർ ഷൂട്ട് ചെയ്ത് കൊല്ലും. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഇവർ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നടന്ന് നടന്ന് 103 മൈലായി. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ബാക്കിയുള്ള എല്ലാവരും ഉണ്ടല്ലോ, അവരിപ്പോൾ പരസ്പരം പറയുന്നുണ്ട്, ഓക്കെ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ എന്താഗ്രഹമായിരിക്കും അവരോട് പറയേണ്ടത് എന്നുള്ള കാര്യം ഇവരെല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലൊരുത്തം പറയും, എനിക്കൊരു റോക്കറ്റ് വേണം, കാരണം ചന്ദ്രനിലേക്ക് പോകാനായിട്ട്. ഹാങ്ക് ആണെങ്കിലോ, എനിക്ക് നേക്കഡായിട്ടുള്ള ഒരു 10 സ്ത്രീകളെ വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ പീറ്റർ അവനെ കളിയാക്കി ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ നമ്മുടെ റേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിതിൽ ജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം തന്നെ ഞാൻ മാറ്റിയെടുക്കും, അങ്ങനെയുള്ളൊരു ആഗ്രഹമായിരിക്കും ഞാൻ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിലുള്ളവരെല്ലാവർക്കും മനസ്സിലായി, കാരണം ഈ ഒരു മേജറാണല്ലോ ഈ ഗെയിം തന്നെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അയാളോടുള്ള ആ ഒരു ദേഷ്യം കാരണം എല്ലാവരും അയാളെ തെറി പറഞ്ഞ് അലറി വിളിച്ചിട്ട് അങ്ങനെ നടക്കാൻ തുടങ്ങും. അങ്ങനെ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു. അതുമല്ല, അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നല്ല രാത്രിയായി. ഇപ്പോൾ രാത്രിയിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും നല്ല ക്ഷീണിച്ച് നടക്കുമ്പോഴും നമ്മുടെ റേയെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് പീറ്ററാണ്. കാരണം അവരുടെ ആ ഒരു സുഹൃത്ത് ബന്ധം അതത്രയും സ്ട്രോങ് ആണ്. അങ്ങനെ വീണ്ടും നടന്ന് നടന്ന് അവസാനം 3ാമത്തെ ദിവസമായി. ഇപ്പോൾ ഇവർ നടന്നു വന്നിട്ടുള്ളത് 144 മൈലാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഇവരുടെ കൂടെയുള്ള ഓരോരുത്തരായിട്ട് പിന്നെയും മരണപ്പെടുന്നു. അപ്പോഴാണ് റേ അവനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത്. അവൻ്റെ അച്ഛൻ അവനെ ഫിലോസഫി പഠിപ്പിക്കുമായിരുന്നു, അതേപോലെ തന്നെ മ്യൂസിക്, മറ്റൊരുപാട് സബ്ജക്റ്റുകൾ. പക്ഷേ ചില സബ്ജക്റ്റുകൾ ഇവരുടെ ഗവൺമെന്റ് തന്നെ ബാൻ ചെയ്ത കാര്യങ്ങളാണ്, അത് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ മേജർ അവന്റെ ഫാദർ പഠിപ്പിക്കുന്ന ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ, അയാളൊരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഗവൺമെന്റ് ബാൻ ചെയ്ത കാര്യങ്ങൾ അയാൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അയാളെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പിടിച്ചിറക്കിയിട്ട് അയാളോട് പറയുന്നുണ്ട്, ഒന്നുകിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് നീ കുട്ടികളെ പഠിപ്പിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ നടക്കാം, ഇതിലേതാണ് നീ തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ റേയുടെ അച്ഛൻ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിൽ തീരുമാനം എടുക്കുമ്പോൾ ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ റേയുടെ അച്ഛനെ അയാൾ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അവിടെയാണ് നമ്മുടെ റേ ഇപ്പോൾ പീറ്ററിനോട് പറയുന്നത്, സത്യത്തിൽ ഞാൻ ഈ ഒരു ഗെയിമിൽ പങ്കെടുക്കാൻ തന്നെ കാരണം ഈ ഗെയിം ജയിച്ച് അവസാനം ഈ മേജറിനെ എനിക്ക് കൊല്ലണം, അങ്ങനെ എൻ്റെ അച്ഛനോടുള്ള ആ ഒരു പ്രതികാരം എനിക്ക് തീർക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗെയിമിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം പീറ്ററിനോട് റേ പറയുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ഗെയിം ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ ചോദിക്കുന്നൊരു ആഗ്രഹം എന്തായാലും നടത്തി കൊടുക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു തോക്ക് ചോദിച്ചു വാങ്ങി ഇയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുക, അതാണ് റേ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ഇവരെല്ലാവരും നടന്ന് 170 മൈലായി. അതുമല്ല, വളരെ ബ്രൂട്ടലായിട്ട് പല ആളുകളെയും കൊല്ലുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് അതിലൊരുത്തനെ എന്തോ ഒരു സഹായം ചോദിച്ച് അവൻ നേരെ ഈ ടാങ്കറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പട്ടാളക്കാരോട് സഹായം ചോദിക്കുമ്പോൾ അവരവനെ ഇടിച്ചങ്ങ് താഴെക്കിടും. ആ സമയത്ത് ഈ ടാങ്കർ അവന്റെ കാലിലേക്ക് കയറി ഇറങ്ങി. പാവം അവന്റെ 2 കാലും ചതഞ്ഞുപോയി. അവൻ അനങ്ങാതെ അവിടെ കിടക്കുന്നതും അവനിപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ കഴിയത്തില്ലല്ലോ. അപ്പോഴും അവന്റെ മുന്നിൽ വന്നിട്ട് അവന് 3 തവണ വാണിംഗ് കൊടുക്കാണ്. പക്ഷെ അവനെ കൊണ്ട് കഴിയത്തത് കൊണ്ട് അവനെ കൊല്ലുന്നു. കുറെ കൂടി കഴിയുമ്പോഴത്തേക്കും ഇതിലൊരുത്തനെ അവന്റെ കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ട് ഷർട്ടും പാൻറ്റും എല്ലാം ഊരിക്കളഞ്ഞ് അവനിപ്പോൾ മറ്റൊരു വഴി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവനെയും ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഇവർ നടന്ന് നടന്ന് ഇപ്പോൾ രാത്രിയായി. 201 മൈലാണ് ഇതുവരെ ഇവർ നടന്ന് തീർത്തത്. ഇപ്പോൾ രാത്രിയാകുമ്പോൾ ബില്ലി, സ്റ്റെബിൻ, പീറ്റർ, റേ, ഹാങ്ക് ഇവരെല്ലാവരും ഒരുമിച്ച് നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹാങ്കിനെ കൊണ്ട് ഇനി നടക്കാനായിട്ട് കഴിയത്തില്ല. അവൻ പറയും, കഴിഞ്ഞു, എന്നെ കൊണ്ട് ഇനി കഴിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ റേ വന്നിട്ട് അവനെ പിടിച്ച്, ഏയ് നിന്നെ കൊണ്ട് കഴിയും, നീ ഞങ്ങളോടൊപ്പം വാന്ന് പറഞ്ഞിട്ട് പീറ്ററും റേയും അവനെ പിടിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് കഴിയാതെ അവസാനം അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു പട്ടാളക്കാരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കും. അപ്പോഴേക്കും അവർ പെട്ടെന്ന് ഇവനെ ഷൂട്ട് ചെയ്തിട്ട് താഴെ കിടുമ്പോൾ അവൻ താഴെ വീണ് കിടക്കുന്ന സമയത്ത് ഇവരുടെ കൂട്ടത്തിലുള്ള ബേക്കർ എന്ന് പറഞ്ഞ ഒരുത്തൻ അവനിപ്പോ ഓടിപ്പോയിട്ട് ഹാങ്കിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. റേയും പീറ്ററും പറയുന്നുണ്ട്, ഹേ ബേക്കർ, നീ അവിടെ നിൽക്കരുത്, ഇവിടേക്ക് വാന്ന് പറഞ്ഞ് അവനെ വിളിക്കുമ്പോൾ ഹാങ്കിന്റെ സുഹൃത്തായിരുന്നു ബേക്കർ. അതുകൊണ്ട് തന്നെ അവനെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് കണ്ട റേ ആണെങ്കിലോ ഓടി അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ബേക്കറിനെ പിടിച്ച്, ഏയ് എല്ലാം കഴിഞ്ഞു, ഇനി അവൻ ഒരിക്കലും ജീവിക്കത്തില്ല എന്ന് പറഞ്ഞ് ബേക്കറിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നു. പക്ഷെ ബേക്കറിന് വരാനും താല്പര്യമില്ല. എന്നിരുന്നാലും അവനെ വലിച്ചെടുത്ത് ഇവരോടൊപ്പം തന്നെ നടത്തിക്കുകയാണ്. അങ്ങനെ ഹാങ്കിനെയും അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലും. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ 209 മൈല് ഇവർ നടന്നു കഴിഞ്ഞു. അതുമല്ല, ഇപ്പോൾ സർവൈവ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ റേ, പീറ്റർ, ഗ്യാരി, സ്റ്റെബിൻ, ബേക്കർ, പിന്നെ പാർക്കർ എന്ന് പറഞ്ഞ ഒരുത്തൻ. ഇവർ ഇത്ര പേരാണ്. അതുപോലെ ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഹാങ്കിന് അവന് വെയിറ്റ് ചെയ്ത ഒരു ഭാര്യ ഉണ്ടെന്ന്.
അതുകൊണ്ട് തന്നെ ഇതിൽ ആര് ജയിച്ചാലും കുറച്ച് പണം അവന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും മാറ്റി വെക്കണമെന്നുള്ള കാര്യം ഇവർ സംസാരിക്കുന്നുണ്ട്. അതുമല്ല, ഇപ്പൊ ഇവര് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇനി നമ്മളെല്ലാവരും പരസ്പരം സഹായിക്കാനായിട്ട് പാടില്ല, കാരണം ഒരാൾ ജയിച്ചേ മതിയാവൂ. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് ഗ്യാരി എന്ന് പറഞ്ഞിട്ട് ആ ഒരു മുടിയനുണ്ടല്ലോ, അവൻ ഇപ്പൊ നമ്മുടെ റെയുടെ അടുത്തേക്ക് വന്നിട്ട് ഇതിനു മുന്നേ അവൻ കാരണം ഒരു പയ്യൻ മരിച്ചല്ലോ, അതിന്റെ ആ ഒരു കുറ്റബോധം ഉണ്ടെന്നും അതേപോലെ തന്നെ അതിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നതെല്ലാം റേയോട് പറയുന്നുണ്ട്. അപ്പോൾ റേ അതെല്ലാം സമ്മതിച്ച് അവനോട് ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പീറ്റർ ചോദിക്കും, അല്ല അവൻ എന്താ പറഞ്ഞു ചോദിക്കുമ്പോൾ റേ പറയും, ഇല്ല അവനിപ്പോൾ നമ്മളോടൊപ്പം ചേരാനായിട്ട് നിൽക്കാണ് എന്ന് പറയുമ്പോൾ ഗ്യാരിക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അവൻ പെട്ടെന്ന് തന്നെ ഇല്ലില്ല ഞാൻ ഇതൊരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നടന്ന് മുന്നിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ തന്നെ അങ്ങ് നിൽക്കും. അപ്പോൾ ഇവർ പറയും, ഹേ ഗ്യാരി നീ എന്താ ചെയ്യുന്നേ? അവന് ബാർക്കോവിച്ച് എന്ന് പറഞ്ഞ മറ്റൊരു പേരും കൂടി ഉണ്ട്, നമുക്ക് എന്തായാലും ഗ്യാരി തന്നെ വിളിക്കാം. ഹേ ഗ്യാരി നീ വരാൻ പറയുമ്പോൾ അവൻ ഒരിക്കലും അത് ചെയ്യത്തില്ല. അവൻ അവിടെ തന്നെ നിൽക്കുന്നതും ഈ പട്ടാളക്കാർ പുറകെ വന്ന് അവനെയും ഷൂട്ട് ചെയ്ത് താഴേക്കിട്ട് അവസാനം അവനെയും വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെ അവർ നടന്ന് ഇപ്പോൾ 260 മൈലാണ് അവർ കടന്നിട്ടുള്ളത്. അതുമല്ല ഇപ്പോൾ 5ാമത്തെ ദിവസമായി. ഇപ്പോൾ അവർ നടന്നിട്ടുള്ളത് 278 മൈൽസ്. അങ്ങനെ ഇവരിപ്പോൾ നടന്ന് അടുത്തൊരു ടൗണിലേക്ക് എത്തുമ്പോഴത്തേക്കും റേ പറയുന്നുണ്ട്, എൻ്റെ അമ്മ താമസിക്കുന്നത് ഇവിടെയാണെന്ന് പറയുമ്പോൾ കൂടെയുള്ള പാർക്കർ പറയും, ഹേയ് നിന്റെ അമ്മയെ കാണാനായിട്ട് നിനക്ക് ഒരവസരം കൂടിയുണ്ട്, ആ ഒരു ചാൻസ് നിനക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും പീറ്റർ പറയും, ഇല്ല അതൊരിക്കലും നല്ല കാര്യമല്ല, അത് നിന്നെ കൂടുതൽ വിഷമിപ്പിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് ഇവർ പിന്നെ നടന്നിപ്പോൾ 286 മൈലായി. അതുമല്ല അവസാനം നടന്നിട്ട് ഇവരുടെ റേയുടെ ഹോം ടൗൺ ഉണ്ടല്ലോ, അവൻ താമസിക്കുന്ന സ്ഥലം, അവിടേക്ക് എത്തി. അങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ റേയുടെ ഷൂ ഉണ്ടല്ലോ അതിൻ്റെ അടിഭാഗം ഇളകിപ്പോയി. അതുപോലെ അവനിപ്പോൾ നല്ലതുപോലെ നടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പീറ്റർ പറയും, എന്തായാലും നീ ഷൂ ഊരി കളയുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ അവൻ ആ ഷൂ ഊരി മാറ്റുന്നതും അവൻ്റെ നെഗമെല്ലാം പൊട്ടിയിട്ട് കാലിൽ നിന്ന് രക്തമെല്ലാം വരുന്നുണ്ട്. എന്നിരുന്നാലും നിർത്താൻ കഴിയത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് റേയുടെ അമ്മയെ അവൻ കാണുന്നത്. അപ്പോൾ ദൂരെ വെച്ച് തന്നെ അവനൊരു കിസ്സിങ്ങിനെ കൊടുക്കുമ്പോഴത്തേക്കും അത് കണ്ട് അവൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതുമല്ല അവൻ്റെ കാലിലെ ഷൂ ഇല്ലല്ലോ, കാല് മുറിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് അവൻ്റെ അമ്മ നല്ലതുപോലെ തന്നെ കരയും. ഇത് കാരണം നമ്മൾ റേ ഓടിച്ചെന്നിട്ട് അവൻ്റെ അമ്മയെ കെട്ടിപ്പിടിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മ പറയും, ഇല്ല മോനെ വേണ്ട നീ ഗെയിമിൽ പങ്കെടുക്കാൻ പറയുമ്പോൾ അവൻ പറയില്ല, ഒരു അവസാനമായിട്ട് ഒരു തവണ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും പീറ്റർ ഓടി വന്ന് നമ്മുടെ റേയെ പിടിച്ച് അങ്ങനെ കൊണ്ടുപോവാണ്. കാരണം പീറ്ററിനറിയാം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതെന്തായാലും റേയുടെ ജീവൻ അപകടമാണെന്ന്. അതുകൊണ്ട് തന്നെ അവനെ പൊക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന്, നിന്റെ അമ്മയെ നീ ഒരിക്കലും കാണാൻ പാടില്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ടാണ് അവനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ കുറേ ദൂരം നടന്നിട്ട് റേയുടെ ആ ഒരു ഹോം ടൗൺ കഴിയുന്നതും ഇവിടെയാണ് നമ്മുടെ പീറ്റർ അവനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ റേയ്ക്കാണെങ്കിൽ അമ്മയുണ്ട്, അവനൊരു കുടുംബം എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ട്. പക്ഷെ പീറ്ററിനോ അങ്ങനെ ഒരാളില്ല. പീറ്റർ ഇപ്പോഴും തന്നെ സ്വന്തം സഹോദരനായിട്ട് കാണുന്നത് റേയെ തന്നെയാണ്. സത്യത്തിൽ പീറ്ററിന്റെ കുടുംബം നഷ്ടപ്പെട്ടത് ഒരു വാറിലാണ്. അത് കഴിഞ്ഞ് അവന്റെ അങ്കിളിനോടൊപ്പമാണ് അവൻ താമസിച്ചത്. പക്ഷെ അയാളാണെങ്കിലോ അവനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ആ അങ്കിള് മരണപ്പെട്ടതിന് ശേഷം പീറ്റർ ഒറ്റയ്ക്കായി, അതും അനാഥനായിട്ടാണ് അവൻ വളർന്നത്. അങ്ങനെ ഒറ്റയ്ക്കായ പീറ്റർ അവനെ പോലെ തന്നെ തനിച്ചായിട്ടുള്ള മറ്റു കുട്ടികളോടൊപ്പം ജോയിൻ ചെയ്ത് അവരോടൊപ്പം വളരുമായിരുന്നു. അതുമല്ല ഈ കുട്ടികളുടെ ഇടയിൽ തന്നെ ഇവർക്ക് ജീവിക്കാൻ വേണ്ടി മോഷണം, പിടിച്ചുപറി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ തന്നെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു കുട്ടിയായിട്ട് ഇവൻ വഴക്കുണ്ടാക്കി അവസാനം ഒരു കത്തി കൊണ്ട് പീറ്ററിനെ ആ ഒരു പയ്യൻ മുറിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബോധം പോയ പീറ്റർ പിന്നീട് കണ്ണു തുറക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ നിന്നും. അന്ന് തന്നെ നമ്മുടെ പീറ്റർ തീരുമാനിച്ചാണ് ഇതുപോലെ ഒരു കുട്ടിക്കും ഇനി സംഭവിക്കരുതെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഗെയിമിൽ ജയിച്ച് ആ പ്രൈസ് മണി വെച്ച് അനാഥരായിട്ട് താമസിക്കുന്ന കുട്ടികളുണ്ടല്ലോ അവരെ സഹായിക്കണം, അവർക്കൊരു നല്ല ജീവിതം കൊടുക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പീറ്റർ പറയും. അപ്പോൾ പീറ്ററിന്റെ ഈ കഥ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ റേയ്ക്ക് കുറച്ചുകൂടി മോട്ടിവേഷനായിട്ട് ഇപ്പോൾ പീറ്ററിനോടൊപ്പം വീണ്ടും നടന്നു പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവരെല്ലാവരും ഇപ്പോൾ നടന്ന് 306 മൈൽസ് കഴിഞ്ഞു. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് സ്റ്റെബിൻ ഇവരോട് പറയുന്നത്, ഓക്കെ ഇനി നമ്മളെല്ലാവരും ഒരു തീരുമാനം എടുക്കണം, ഒരിക്കലും ആരും പരസ്പരം സഹായിക്കരുത്. അതിന് ഓക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അതിന് ഓക്കെയാണെന്ന് ഇവർ പറയും. കാരണം എന്താണ്, ഇപ്പോൾ ഓരോരുത്തർക്കും വയ്യാതായി തുടങ്ങി. സ്റ്റെബിനാണെങ്കിൽ നല്ല രീതിയിൽ അലർജി ആവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവൻ നല്ലതുപോലെ ചുമയ്ക്കുന്നുണ്ട്. അതേസമയം ഇവരുടെ കൂടെയുള്ള ബേക്കർ എന്ന് പറഞ്ഞ ഒരുത്തനാണെങ്കിലോ അവൻ്റെ മൂക്കിൽ നിന്ന് ഇപ്പോൾ രക്തം വരുന്നു. കാരണം പലർക്കും പല രീതിയിലാണല്ലോ അസുഖമായാലും അതേപോലെ തന്നെ ശാരീരികമായിട്ടായാലും ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. പക്ഷെ ഇവർക്ക് എവിടെയും നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർ വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇതിൽ പാർക്കർ കുറെ മുന്നിലേക്ക് നടന്നു നിന്നിട്ട് ഒരു പട്ടാളക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു തോക്ക് അങ്ങനെ പിടിച്ചു വാങ്ങി ആ പട്ടാളക്കാരനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. എന്നിട്ട് തോക്ക് കൊണ്ട് നിൽക്കുമ്പോൾ മറ്റൊരു പട്ടാളക്കാരൻ ചാടി ഇറങ്ങി പാർക്കറിനെ ഷൂട്ട് ചെയ്ത് താഴേക്കിടും. അപ്പോൾ അവനാണെങ്കിലോ അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു പാട്ടിനെ പാടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സീൻ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ടത് കഴിയത്തില്ല.
കാരണം അതുപോലുള്ള സീനാണ്. അത് കഴിഞ്ഞ് അവനെയും അവർ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇതെല്ലാം കണ്ട ഈ 4 സുഹൃത്തുക്കളുണ്ടല്ലോ, അവർക്കും സഹിക്കുന്നില്ല. കാരണം ഇത്രയും ദൂരം അവരോടൊപ്പം വന്ന് ഇത്രയും അടുത്ത പാർക്കർ ഉണ്ടല്ലോ, അവനെ കൊല്ലുമ്പോഴത്തേക്കും അവർക്കത് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അന്ന് രാത്രിയാകുമ്പോൾ നമ്മുടെ ബേക്കറിന്റെ മൂക്കിൽ നിന്ന് ഒരുപാട് രക്തം വന്നിട്ട് അവനെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ പീറ്ററും റേയും അവനെ വന്ന് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് ഞാൻ പറയും, എന്നെ കൊണ്ട് ഇനി കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവന്റെ ലോക്കറ്റ് എടുത്ത് റേയുടെ കയ്യിൽ കൊടുത്തിട്ട്, നീ ജയിക്കുവാണെങ്കിൽ ഇതെന്റെ മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കണം എന്നും പറഞ്ഞിട്ട് ഇവരോട് പറയും, നിങ്ങളെങ്കിലും ഒരിക്കലും നിൽക്കാതെ മുന്നോട്ട് തന്നെ പോകുന്നു പറഞ്ഞ് അവൻ അവിടെ തന്നെ നിൽക്കാണ്. അപ്പോൾ അവന്റെ കഥയും അവിടെ വെച്ച് തന്നെ അവസാനിച്ചു. അവനെയും അവർ കൊന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയാവുന്നതും ഇനി ബാക്കിയുള്ളത് നമ്മുടെ റേ, പീറ്റർ, സ്റ്റെബിൻ, ഇവർ 3 പേര് മാത്രമാണ്. ഇവരിപ്പോൾ നടന്നു വന്നിട്ടുള്ളത് 326 മൈൽ. അതുപോലെ ഇവരുടെ കൂടെ തന്നെ ആ ഒരു മേജറും ബാക്കി പട്ടാളക്കാരും ഉണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മുടെ റേ ആ മേജറിനെ നോക്കിയിട്ട് നല്ലതുപോലെ തെറി പറഞ്ഞ് അവന്റെ ദേഷ്യമില്ല ഇങ്ങനെ തീർക്കും. അപ്പൊ ഇത് കേട്ട ആ മേജർ പറയും, ഇത് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം, ആരാണ് ഇപ്പോൾ ജയിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മറ്റൊരു സത്യം മനസ്സിലാക്കുന്നത്. സ്റ്റെബിൻ എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ, അവൻ സത്യത്തിലെ ഈ മേജറിന്റെ മകനാണ്. പക്ഷെ ഒരിക്കലും അയാളുടെ പോലെ അവൻ താമസിക്കുന്നത് സ്വന്തം മകനെ പോലെ അയാൾ ഇതുവരെയും കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഗെയിമിൽ ജയിച്ചു കഴിഞ്ഞാൽ അവന്റെ ആഗ്രഹം അവന്റെ അച്ഛനോടൊപ്പം അവന് കഴിയണമെന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അവന്റെ ശരീരം ഒരിക്കലും അവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അത്രയും അസുഖമായിപ്പോയി. ഇനി എന്തായാലും അവന് മുന്നോട്ട് വരാനായിട്ട് കഴിയത്തില്ല എന്ന് അവൻ മനസ്സിലായി. അതുകൊണ്ട് തന്നെ റേയോടും പീറ്ററിനോട് പറയും, നിങ്ങൾ രണ്ടുപേരും മുന്നിലേക്ക് നടക്കണം, ഒരിക്കലും തോക്കരുത് എന്ന് പറഞ്ഞിട്ട് സ്റ്റെബിൻ അവിടെ നിൽക്കുന്നതും ഈ പട്ടാളക്കാർ താഴേക്ക് ഇറങ്ങി നമ്മുടെ സ്റ്റെബിനെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇപ്പോൾ ബാക്കിയുള്ളത് നമ്മുടെ റേയും പീറ്ററും മാത്രം. അങ്ങനെ ഇവർ രണ്ടുപേരും പിന്നെ നടക്കാൻ തുടങ്ങാണ്. അവർ ഒരേപോലെ തന്നെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ പീറ്റർ പറയുന്നത്, എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ സർവൈവ് ചെയ്യാനായിട്ട് ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ റേ പറയും, അതെ, ഞാനും മരണത്തെ ആദ്യം പേടിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് പേടിയില്ല. പിന്നെ നിന്റെ കാര്യം, നീ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ നീ മരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. എന്തായാലും നിനക്ക് ഭാഗ്യമുണ്ടെങ്കിലേ നിനക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും നിന്റെ അവസാന നിമിഷങ്ങൾ എങ്ങനെ ചെലവഴിക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് അവസാനം എന്നും പറഞ്ഞിട്ട് ഇവർ നടന്ന് അവസാനം സിറ്റിയിലേക്ക് എത്തുന്നു. ഇപ്പൊ നടന്ന് 331 മൈൽസ് ഇവർ കഴിഞ്ഞിട്ടുണ്ട്. സിറ്റിയിലാണെങ്കിലോ എല്ലാ ജനങ്ങളും ഇവർക്ക് വേണ്ടി കാത്തു നിൽക്കാണ്. ഒരിക്കലും ഇവിടെ എല്ലാം അവസാനം ഇതിൽ ആരാണോ വീഴുന്നത് അവർ തോക്കും, മറ്റേയാൾ ജയിക്കും. അങ്ങനെയാണ്. അതുമല്ല ഇവർ രണ്ടുപേരും അത്രയും അടുത്ത സുഹൃത്തുക്കളായി. അതുകൊണ്ട് തന്നെ ഇതിൽ ആര് ജയിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ കാണുന്നത് നമുക്ക് തോന്നും. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ പീറ്റർ വിഷമത്തോടെ തന്നെ റേയെ നോക്കുന്നുണ്ട്. റേ തിരിച്ച് പീറ്ററിനെ നോക്കുന്നു. രണ്ടുപേരും പരസ്പരം നോക്കി. ഇപ്പോൾ മുന്നിലേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് പീറ്റർ അവിടെ തന്നെ അങ്ങ് നിൽക്കും. അപ്പോഴാണ് ഇവർ വാണിംഗ് കൊടുക്കുന്നത് പീറ്ററിന്. നമ്പർ 23 നിനക്ക് വാണിംഗ് തരുന്നു എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പീറ്ററിന് ഇനി ഒരു കുടുംബം എന്ന് പറയാനായിട്ട് ആരുമില്ല. പക്ഷേ റേയ്ക്കാണെങ്കിലോ അവൻ്റെ അമ്മ അവന് വേണ്ടി കാത്തിരിപ്പുണ്ട്. അതുകൊണ്ടാണ് പീറ്റർ റേയ്ക്ക് വേണ്ടി തോറ്റു കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ഇത് കണ്ട റേ പെട്ടെന്ന് പീറ്ററിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഹേ പീറ്റർ, നീ എന്താ ചെയ്യുന്നത്, എഴുന്നേൽക്കെന്ന് പറഞ്ഞിട്ട് അവന് വിളിക്കുമ്പോഴത്തേക്കും പീറ്റർ പറയും, ഇത് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ, ഇല്ല, നീ എൻ്റെ സഹോദരനാണ്, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും വീഴുന്നത് വരെ ഒരുമിച്ച് നടക്കും എന്നും പറഞ്ഞ് പീറ്ററിനെ വിളിച്ച് നടന്ന് പീറ്റർ പറയും, നീ അവസാനം എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് മുന്നിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ റേ ഇപ്പോൾ പുറകിൽ നിൽക്കാണ്. പീറ്റർ കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അത് മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് തന്നെ പീറ്റർ തിരിഞ്ഞു നോക്കുന്നതും അവര് റേയെ ഷൂട്ട് ചെയ്യുന്നു. റേ അങ്ങനെ താഴെ വീഴുമ്പോൾ അടുത്തുള്ള ആളുകളെല്ലാം ആ ഒരു വിജയ ആഘോഷം ഉണ്ടല്ലോ, അതിനുവേണ്ടി കൈയടിക്കുകയും ബഹളം വയ്ക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ പീറ്റർ ഓടി വന്നിട്ട് റേയോട് ചോദിക്കും, റേ നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ റേ പറയും, എനിക്കൊരിക്കലും കഴിയത്തില്ല, പക്ഷെ നിന്നെ കൊണ്ട് കഴിയും, അതുകൊണ്ടാണ് പീറ്റർ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത്. നമ്മുടെ പീറ്ററിനെ രണ്ടുപേരും വന്ന് പിടിച്ചിങ്ങനെ മാറ്റുമ്പോൾ റേ അവിടെ തന്നെ ഇരിക്കുകയല്ലേ. ഇപ്പൊ ആ മേജർ റേയുടെ മുന്നിലേക്ക് വന്നിട്ട്, നിന്റെ ധീരതയ്ക്ക് നിന്നെ ഞാൻ പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞ് അവന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് റേ അവിടെ വെച്ച് കൊല്ലുന്നു. അപ്പോൾ പീറ്ററാണ് ജയിച്ചത്. ഇത് കണ്ട പീറ്റർ നല്ലതുപോലെ കരയാൻ തുടങ്ങും. അവനെ കൊണ്ട് കഴിയുന്നില്ല, കാരണം അത്രയും അടുത്തൊരു സുഹൃത്താണ്. അപ്പോഴേക്കും അടുത്തുള്ള എല്ലാവരും നമ്മുടെ ചാമ്പ്യൻ നീയാണെന്ന് പറഞ്ഞിട്ട് പാട്ടെല്ലാം പാടുന്നു. എന്നിട്ടാണ് ആ ഒരു മേജർ പീറ്ററിന്റെ മുന്നിലേക്ക് വന്നിട്ട്, ഓക്കെ, നീയാണ് ജയിച്ചത്, ആ ഒരു വലിയ സമ്മാനത്തുക നിനക്കുള്ളതാണ്, ഇനി പറയ് നിന്റെ ഒരാഗ്രഹം, അതെന്തായാലും നടത്തി തരുമെന്ന് പറയുമ്പോൾ പീറ്റർ കുറച്ചു നേരം ആലോചിച്ച് എന്നിട്ട് ചോദിക്കുന്നത് എന്താ, ഒരു തോക്ക്. അപ്പോഴേക്കും ആ മേജർ പറയും, ഓക്കെ, അവനൊരു തോക്ക് കൊടുത്തോ, അവൻ എന്തായാലും ജയിച്ചില്ലേ, അത്രയും പണവുമുണ്ട്, അവൻ ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നല്ല ബുദ്ധിയോടെ തന്നെ അവൻ ചിന്തിക്കുമെന്ന് പറയുന്നതും പീറ്റർ ആ തോക്ക് വാങ്ങിയിട്ട് ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്നറിയോ, മേജറിന്റെ നേർക്ക് തന്നെ ചൂണ്ടും.
അപ്പോൾ മേജർ പറയും, ഹേയ് പീറ്റർ, നീ എന്തായി കാണിക്കുന്നേ? അബദ്ധം കാണിക്കാൻ പോവാണ്. ഈ ലോകം മുഴുവൻ നിന്നോടൊപ്പം ഉണ്ട്. നിനക്കിനി എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ സമ്മാനം എടുക്ക്. ഈ സമ്മാനം നിന്റേതാണ്. അതെടുക്ക്. അതൊരിക്കലും നീ കളയരുതെന്ന് ഇങ്ങനെ പറയുന്നതും പീറ്റർ പറയും, ഇതെന്റെ റേയ്ക്ക് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് ആ മേജറിനെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലും. എന്നിട്ട് പീറ്റർ അവിടെ നിന്ന് നടന്നു പോകുന്നതും തന്റെ സുഹൃത്തിനെ കാട്ടി വലുതല്ല ഈ ഒരു സമ്മാനം എന്നുള്ള രീതിയിൽ പീറ്റർ അങ്ങനെ നടന്നു പോകുന്നു. അതോടെ ഇത് ലോൺ വാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട്, ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.